ഇനി പവർ ടീമും മണ്ണാങ്കട്ടയും ഒന്നും വേണ്ട. എല്ലാ ആളുകളും ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ. ആർക്കും രക്ഷപ്പെടാനുള്ള അവസരം പവർ ടീമിൻ്റെ രൂപത്തിൽ കിട്ടാതിരിക്കട്ടെ. അതുകൊണ്ട് പവർ ടീം ഞങ്ങൾ നിർത്തലാക്കുകയാണ്. പവർ ടീം, ബിഗ് ബോസിൽ പവർ ടീം എന്നുള്ള ആ കൺസെപ്റ്റ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരുടെ നിർദ്ദേശപ്രകാരവും ബിഗ് ബോസിൽ ഇനി വളരെ കുറച്ച് ദിവസം മാത്രം ഉള്ളതിനാലും അവരവരുടെ ഗെയിം ഭംഗിയായിട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഈ പവർ ടീം എന്നുള്ള സംഭവം ഒഴിവാക്കിയിരിക്കുന്നത്. പവർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കാലഘട്ടം ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്ന ഒരു ടീമാണ് പവർ ടീം. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ ആയിരിക്കാം എടുക്കുന്നത്. ആ ടീമിന് പരമാധികാരമാണ് അവിടെ. മറ്റുള്ളവരെ നിയന്ത്രിക്കാം, അവർക്ക് പണിയൊന്നും എടുക്കണ്ട, അവരെ ആരും നോമിനേറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗുണങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് പവർ ടീം. അപ്പോൾ ചിലപ്പോൾ ഇതേ വ്യക്തികൾ പലരും ഒരാഴ്ച മാത്രമല്ല, ഒരാഴ്ച എന്നുള്ളത് പിറ്റത്തെ ആഴ്ച മത്സരം വയ്ക്കും. ഇതേ പവർ ടീം തന്നെ ഭരണത്തിൽ വരാൻ അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യും. അവർ ഗെയിമുകളിൽ ജയിച്ചാൽ ഇവർ തന്നെയായിരിക്കും വീണ്ടും പവർ ടീം. ഇനി ഒരു പക്ഷേ ക്യാപ്റ്റൻ മാറി ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ ആദ്യത്തെ ചില ആളുകൾ വന്നുപെട്ടാൽ അവർക്ക് രണ്ടാമത്തെ ആഴ്ചയും പവർ ടീമിൽ തുടരാം. അപ്പോൾ അവർക്ക് 2 ആഴ്ചയോ 3 ആഴ്ചയോ അതുവരെ നോമിനേഷനിലും വരണ്ട, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അങ്ങനെ അങ്ങ് പോകാനുള്ളൊരവസരമാണ് ഇതുവരെ കിട്ടിയിരുന്നത്. പവർ ടീമിൽ എത്തിയിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള പലരും ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ സംഭവത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ മിണ്ടാണ്ടിരിക്കും. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കഴിയുന്നവരെ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ, എത്ര ദിവസമാണോ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റുക അത്രയും ദിവസം നിൽക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഇപ്പോൾ ആ സംഭവം എടുത്തു കളഞ്ഞതുകൊണ്ട് വളരെയധികം ഗുണം ചെയ്തിരിക്കുകയാണ്. കാരണം അതിനകത്ത് കയറിയിരുന്നിട്ട് ഒരുപാട് ആളുകൾ ഭാഗ്യം കൊണ്ട് നോമിനേഷനിൽ വരാതെ പുറത്താക്കപ്പെടാതെ ഇപ്പോഴും അതിനകത്ത് തുടരുന്നുണ്ട്. അവരെക്കാളും നന്നായി കളിക്കുന്ന കുറേ വ്യക്തികൾ അബദ്ധവശാൽ ഈ ഒരു ഭാഗ്യം കിട്ടാതെ നോമിനേഷനിൽ വരികയും പുറത്തോട്ട് പോവുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും മോശമായി കളിക്കുന്ന ഒരു വ്യക്തി നോമിനേഷനിൽ ഇല്ലാച്ചെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വ്യക്തിയാണ് പോവുക. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പോയ വ്യക്തി ഇദ്ദേഹത്തിനൊക്കെ കഴിവുള്ളതാണ്. ഒരാഴ്ച കൂടുതൽ നിൽക്കേണ്ടത് ആ പോയ വ്യക്തിയായിരിക്കും. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള രീതിയിലല്ലല്ലോ. ഇങ്ങനൊരു സേഫ് ഗെയിമോ ഭാഗ്യമോ ഒക്കെ കിട്ടുമ്പോൾ നമ്മളൊരു ലോട്ടറി അടിക്കുന്ന പോലെ അവർ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. 1-2 ആഴ്ച 2-3-4 പ്രാവശ്യം വരെ പവർ ടീമിൽ അടുപ്പിച്ചല്ല, ഈ കഴിഞ്ഞ ആഴ്ചകളെടുത്ത് നോക്കുമ്പോൾ 4 ആഴ്ച വരെയൊക്കെ പവർ ടീമിൽ ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അവരൊക്കെ എപ്പോഴേ പുറത്ത് പോകേണ്ട ആളുകളാണ് പലരും. പക്ഷേ എങ്കിലും ഇപ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ തീരുമാനിച്ചത് വളരെയധികം നന്നായി. കാരണം ഇനി അതിന് അകത്ത് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനി കളിക്കേണ്ടത് എലിജിബിളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അല്ലാത്ത ആളുകൾ ഏഷ്യനിൽ പുറത്തു പോകണം. എന്നാലേ നമുക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ഒരു രസം ഉണ്ടാവുള്ളൂ ആ പരിപാടി കാണാൻ. എന്തായാലും നമ്മളില്ലാത്ത നേരമാണെങ്കിലും ഉള്ള നേരമാണെങ്കിലും ഉണ്ടാക്കി കാണാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കാണുന്നവർക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിൽ വേണ്ടേ പരിപാടികൾ നടത്താൻ. അതില്ലാച്ചെങ്കിൽ ആളുകൾ കാണാൻ തയ്യാറാവില്ല, റേറ്റിംഗ് കുറയും, എല്ലാം സംഭവിക്കും. പക്ഷേ ഇതിനെല്ലാം എതിരായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെയധികം നന്നായി. ഇനി എലിജിബിളായിട്ടുള്ള ആളുകൾ കളിക്കട്ടെ. വിന്നർ ആരാവുമെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് തീരുമാനിക്കാം.